ഹായ് പാർട്ട്നേഴ്സ്, നമ്മുടെ എല്ലാ ബിസിനസ് ചെലവുകളും ടാക്സ് ബേസിൽ നിന്നും കുറയ്ക്കാൻ പറ്റില്ല. ഇൻകം ടാക്സ് നിയമത്തിലെ ആർട്ടിക്കിൾ 13 പ്രകാരം ഡിഡക്ഷൻ പറ്റില്ല എന്ന് കർശനമായി പറയുന്ന ചിലവുകളുണ്ട്. ഇന്നത്തെ സൊല്യൂഷൻ അതാണ്. എന്തെല്ലാമാണെന്ന് പറയാം. 1, നമ്മുടെ ടാക്സബിൾ ഇൻകവുമായി നേരിട്ട് ബന്ധമില്ലാത്ത ഒരു ചെലവും കുറയ്ക്കാൻ പറ്റില്ല. 2, ഒരു വ്യക്തിയാണ് ബിസിനസ് ചെയ്യുന്നതെങ്കിൽ അയാളുടെ പേഴ്സണൽ കൺസംഷൻ ചെലവുകൾ, ഉദാഹരണത്തിന് ബിസിനസ്സിൽ നിന്നുള്ള പണമെടുത്ത് പേഴ്സണലായി ഒരു വെക്കേഷൻ പോയാൽ ആ റീക്രിയേഷൻ ചെലവുകൾ അല്ലെങ്കിൽ റിഫ്രഷ്മെന്റ് എക്സ്പെൻസുകൾ അല്ലെങ്കിൽ ആ ടൂർ എക്സ്പെൻസുകൾ ബിസിനസ് എക്സ്പെൻസ് ആയി കണക്കാക്കാൻ പാടില്ല. 3, ഇത് വളരെ പ്രധാനമാണ്. കമ്പനിയുടെ ഒരു ഷെയർ ഹോൾഡർക്കോ പാർട്ണർക്കോ നമ്മൾ ശമ്പളമോ ബോണസോ നൽകുന്നുണ്ടെങ്കിൽ അത് മാർക്കറ്റ് റേറ്റിൽ, അതായത് പുറത്തു നിന്നുള്ള ഒരു ജോലിക്കാരന് കൊടുക്കുന്നതിലും വളരെ അമിതമായി നമ്മൾ കൊടുക്കുന്നുണ്ടെങ്കിൽ ആ അമിതമായി കൊടുക്കുന്ന തുക ചിലവായി കാണിക്കാൻ നിയമം അനുവദിക്കുന്നില്ല. 4, നമ്മൾ അടക്കുന്ന ഇൻകം ടാക്സ് അത് സൗദിയിൽ അടച്ചതാണെങ്കിലും വിദേശത്ത് അടച്ചതാണെങ്കിലും ആ ടാക്സ് തുക വീണ്ടും ഒരു ചെലവായി കുറയ്ക്കാൻ അനുവദിക്കില്ല. 5, നിയമം ലംഘിക്കുന്നതിന് നമ്മൾ അടക്കുന്ന ഫൈനുകൾ, ഫിനാൻഷ്യൽ പെനാൽറ്റീസ്, ഉദാഹരണത്തിന് ഗവൺമെൻറ് ഏജൻസികൾ നമുക്ക് ചുമത്തുന്ന പിഴകൾ അല്ലെങ്കിൽ ട്രാഫിക് പെനാൽറ്റികൾ, അതുപോലെ കൈക്കൂലി പോലുള്ള നിയമവിരുദ്ധമായ ഒരു പേയ്മെൻറ്റും ചെലവായി കണക്കാക്കാൻ സാധിക്കില്ല. അപ്പോൾ ചെലവുകൾ റെക്കോർഡ് ചെയ്യുമ്പോൾ ഈ കാര്യം വളരെ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതുണ്ട്. ഇനി നമ്മുടെ കസ്റ്റമേഴ്സ് പണം തരാതെ മുങ്ങിയാലോ? ആ കിട്ടാക്കടം അഥവാ ബാഡ് ഡെപ്റ്റ് ഇൻകം ടാക്സിൽ നിന്ന് എങ്ങനെ കുറയ്ക്കാം? അടുത്ത വീഡിയോയിൽ നമുക്ക് അത് വിശദമായി തന്നെ ചർച്ച ചെയ്യാം. ഹോപ്പ് ടു സീ അഗൈൻ. നൗഷാദ് അക്രേറ്റ്.